നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വസ്തു വസ്തു വാങ്ങാനായിട്ട് പറ്റുന്നില്ല. കുറേ നാൾ കൊണ്ടേ വസ്തു വാങ്ങാനായിട്ട് പല സ്ഥലങ്ങളിലും പോയി നോക്കുന്നുണ്ട്. പല 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 സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുള്ള സാമ്പത്തികങ്ങൾ കയ്യിലോട്ട് വരാൻ നേരത്ത് പല കാരണങ്ങളാൽ തടസ്സങ്ങൾ കാരണം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇഷ്ടപ്പെടുന്ന വസ്തുക്കളിൽ ചിലപ്പം കിഴക്ക് ഭാഗം ഉയർന്നിരിക്കുന്നതായിരിക്കും, പടിഞ്ഞാറ് ഭാഗം താഴ്ന്നു കിടക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓടയായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു കുളം പോലെ കിടക്കുന്നു. അപ്പോൾ വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വസ്തു വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേക പൂജകളോ പ്രത്യേക നേർച്ചകളോ ഒന്നും ചെയ്യല്ല. കാരണം ഈ ഭൂമിയിൽ മണ്ണെന്ന് പറയുന്നൊരു സമ്പ്രദായം വളരെ ശക്തിവത്തായിട്ടുള്ള രീതിയിൽ ഈശ്വരൻ്റെ സാന്നിധ്യം, എന്നുവെച്ചാൽ ദൈവ സാന്നിധ്യം അത് പൂർത്തീകരിച്ചും പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉതകി നിൽക്കത്തുള്ളൂ. അപ്പം അതിന് പ്രത്യേകം വഴിപാടുകളും കാര്യങ്ങളും ഒന്നും വേണ്ട. നല്ല രീതിയിൽ മനസ്സറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. അവരവരുടെ ഇഷ്ടമൂർത്തികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ട സങ്കേതങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി, അതായത് മൂർത്തികളെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിപാടുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. എങ്കിൽ തന്നെയും നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ പല വഴിപാടുകളും നേരും. പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ മറന്നു പോവുകയും ചെയ്യും. ഈ വഴിപാടുകളൊന്നും ചെയ്യത്തുമില്ല. പിൽക്കാലത്ത് പിന്നീട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ കിടന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആരും ഈ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിപാടുകളും നേർന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈശ്വരനറിയാം, ഒരാളിനെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അതിൻ്റെ ഉചിതമാകുന്ന സമയങ്ങളിൽ നമ്മളുടെ മുമ്പിൽ വന്നിരിക്കും. അപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ കാണണമെന്ന് പോലും ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ദേവദൂതൻ എന്ന നിലയിൽ ഒരു മൂന്നാമസ്ഥനായിട്ടുള്ള ഒരാൾ വരികയും, അല്ലെങ്കിൽ അവർ മൂലം നമ്മൾ പോയി ഇത്തരം കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരികയും കാര്യങ്ങളങ്ങ് നടത്തിയെടുക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ ദൈവനിമിത്തം കൊണ്ട് ഒരു വസ്തു വാങ്ങിയാൽ മറ്റ് ഇഷ്യൂസുകളൊന്നും ഇല്ലാതെ അത് മുമ്പോട്ട് പോകും. അതല്ല, നമ്മൾ ഏതെങ്കിലും രീതിയിൽ കൂടെ നമ്മൾ വാശി കാണിച്ച് നമ്മൾ വാങ്ങിയാൽ ഇതിനകത്ത് വരുന്ന വിഷയം താഴോട്ട് പോകാനായിട്ട് വേറെ ഒന്നും വേണ്ട. ഈ ഒരു വസ്തു മാത്രം മതി. ഒരാളിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനും താഴ്ചയിലേക്ക് കൊണ്ടുപോകാനും ഈ ഒരു വസ്തു എന്ന് പറയുന്ന സമ്പ്രദായം, നമുക്ക് താമസത്തിന് വേണ്ടി എടുക്കുന്ന, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കെട്ടുന്നതിന് വേണ്ടി വാങ്ങുന്ന പുരയിടം, ആ പുരയിടം നമ്മളുമായിട്ട് അനുകൂലാവസ്ഥയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായ നെഗറ്റീവുകൾ ഭാവിയിൽ സംഭവിക്കും. അപ്പോൾ ഇതിനെല്ലാം ഈശ്വരൻ്റെ നിമിത്തവും ഈശ്വരാനുഗ്രഹവും കൊണ്ട് മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അപ്പോഴേ പൂജാ സമ്പ്രദായ രീതികളിൽ വസ്തു സംബന്ധമായിട്ടുള്ള ദോഷഗതികൾ മാറുന്നതിന് വേണ്ടി ഏതെല്ലാം അഭിചാര ദോഷങ്ങളോ എത്ര കൊടും ക്രൂരമായിട്ട് കിടക്കുന്ന ദോഷം ഒരു പുരയിടത്തിലുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും നിശേഷം അത് പൂജ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ഏക മൂർത്തി വേറെ ആരുമല്ല, ശ്രീവത്സ വരാഹമൂർത്തിയാണ്. വരാഹദേവനെ പ്രാർത്ഥിക്കുക. വരാഹദേവൻ്റെ ആ തേറ്റയിലിരിക്കുന്ന ആ ഭൂമി, അതിനകത്തുള്ള ദോഷഗതികളെല്ലാം അദ്ദേഹം മാറ്റിയെടുക്കും. കടുംകട്ടിപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ താന്ത്രിക വിധി പ്രകാരം ഭദ്രകാളി ദേവിയുടെ തേറ്റ പോലുള്ള സങ്കല്പസ്ഥിതിയിൽ വെള്ളിയിലോ സ്വർണത്തിലോ നമ്മൾ ആ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെയെല്ലാം സങ്കല്പിച്ച് ക്ഷേത്രത്തിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ശുദ്ധീകരണ ക്രിയകളിലും താന്ത്രിക വിധിപരമായിട്ടുള്ള ക്രിയകളിലും വരുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ എങ്കിലും വസ്തുവില്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്കും, അല്ലെങ്കിൽ വസ്തുവിനകത്ത് വീട് പണികൾ തടസ്സപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾക്കും ഈ ശ്രീവത്സവരാഹമൂർത്തിയെ സേവിക്കുക,
ശ്രീവത്സവരാഹമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ പോവുക, യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക. അതിലുപരി ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം സാധ്യമായി മാറും. അതിൽ ശേഷം ഭഗവാനെ പോയി കാണുക. അതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന യഥാശക്തി അനുസരിച്ചുള്ള വഴിപാട് ചെയ്ത് ആ ഒരു പൂജ പരിസമാപ്തമാക്കുക. ഇന്ന് ഈ ഭൂമിയിൽ എന്ത് ദോഷഗതികളുണ്ടെങ്കിലും